ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. നാടായാൽ ഒരു സ്കൂൾ വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരേ, വണ്ണാമ്പല നമ്മുടെ നാട്, നമ്മൾക്കും ഉണ്ടൊരു സ്കൂള്. ഈ സ്കൂളിന് അഭിമാനിക്കാൻ സുദിനം വരും. കേട്ടോ സ്നേഹിതരേ. മുത്തോണികളെ, നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പൃഥ്വിരാജ് അഭിനയിച്ച മാണിക്കക്കല്ല് എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണല്ലേ. അവിടെ ഒരു സ്കൂളില്ലേ, അധ്യാപകരും കുട്ടികളും തമ്മിൽ സ്നേഹത്തോടെ കഴിയുന്ന ഒരു സ്കൂളല്ലേ. അതേപോലെ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങൾക്ക് മലയാളം സെക്കൻഡിലെ നിങ്ങളിലെ ആദ്യത്തെ പാഠഭാഗം സ്കൂളിനെ കുറിച്ചാണല്ലേ. ഏത് സ്കൂളാണ്? നിങ്ങൾ പഠിക്കുന്ന സ്കൂളാണോ? അല്ല, രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ഏതാണ്? ശാന്തി നികേതനം എന്ന് പറയുന്ന സ്കൂളിൻ്റെ സംസ്കാരങ്ങളും സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രീതികളും കല, ചിത്രകല, നൃത്തകല, സംഗീതം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആ സ്കൂളിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ആ സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ആ സ്കൂള് കാണാൻ യാത്ര പോകുന്ന നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പാഠഭാഗമായ ശാന്തി നികേതനം എന്ന് പറയുന്നത് അല്ലേ. SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണമല്ലടാ ശാന്തിനികേതനം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ SK പൊറ്റക്കാട് ബംഗാളിലെ ശാന്തിനികേതനം കാണാൻ യാത്ര പോകുന്നുണ്ട്. ആ യാത്രാ വിവരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 9ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിലെ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത്, നമുക്ക് ഓൺ എക്സാമിങ് അടുത്തെത്തിയല്ലടാ. ഓൺ എക്സാം ഇതാ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് വേണം? ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടണം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയെന്നാണ് നമ്മുടെ SK പൊറ്റക്കാട് പറയുന്നത് അല്ലേ. SK പൊറ്റക്കാട് പറയുകയാണ്, ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ SK പൊറ്റക്കാട് എവിടേക്ക് യാത്ര പോവുകയാണ്? നമ്മുടെ ശാന്തിനികേതനം സ്കൂൾ കാണാൻ യാത്ര പോവുകയാണ്. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നത് പോലെ SK പൊറ്റക്കാട് ശാന്തിനികേതനം സ്കൂൾ കാണാൻ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ സ്വന്തം നാട്. SK പൊറ്റക്കാടിൻ്റെ സ്വന്തം നാട് ഏതാ മക്കളെ? കേരളം അല്ലേ. ബംഗാളിലെ കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ കേരളം കണ്ട ഓർമ്മ, ഒരു അനുഭവം SK പൊറ്റക്കാടിനുണ്ടായി അല്ലേ. അപ്പോൾ എന്താണ് ആ കാഴ്ച എന്നാണ് ചോദ്യം. നോക്കാം. അങ്ങിങ്ങായി കാണാവുന്ന തെങ്ങുകളും താളവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകളും ആലിൻ ചുവടുകളും ആൽത്തറകളും മുളംകൂട്ടങ്ങളും തെറിച്ചു നിൽക്കുന്ന മതിലുകളും പച്ചക്കറിത്തോട്ടങ്ങളും ആമ്പൽക്കുളങ്ങളും പച്ചക്കറി നിരത്തുകളും മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. എന്താണ് മക്കളെ? ഇദ്ദേഹം കേരളത്തിൽ നിന്ന് എവിടേക്ക് യാത്ര പോവുകയാണ്? നമ്മുടെ ബംഗാളിലേക്ക് അല്ലേ. ബോൾപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതനം എന്ന് പറയുന്ന ഒരു വിദ്യാലയം കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറച്ച് കാഴ്ചകൾ അദ്ദേഹം കാണുന്നുണ്ട്. ഇപ്പോൾ ആ കാഴ്ചകൾ കണ്ടപ്പം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. എന്താണ്? സ്വന്തം നാടിനെ കണ്ട ഒരു അനുഭവം SK പൊറ്റക്കാടൻ ഉണ്ടാവുകയാണ് മക്കളെ. എന്തൊക്കെയാണ്? താലവൃക്ഷങ്ങൾ, വലിയ വൃക്ഷങ്ങൾ കാണുകയാണ് SK പൊറ്റക്കാട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ കേരളം പോലെ തോന്നി. കേരളം അങ്ങനെയല്ല മക്കളെ, ശ്യാമസുന്ദര കേരായ ഭൂമി. കേരളത്തെക്കുറിച്ച് പറയുന്നൊരു പാട്ടാണല്ലേ. അപ്പം താലവൃക്ഷങ്ങൾ കണ്ടു, തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ അല്ലേ, വലിയ പറമ്പുകൾ. പിന്നെന്താണ്? ആലിൻ ചുവടുകൾ, ആൽത്തറകളും മുളംകൂട്ടങ്ങളും തെറിച്ചു നിൽക്കുന്ന മതിലുകൾ അല്ലേ, ആൽത്തറകൾ. ആലായാൽ താറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പാട്ട് കേട്ടിട്ടേ. അതേപോലെ ആൽത്തറകൾ കണ്ടോ. പിന്നെ മക്കളെ, പച്ചക്കറി തോട്ടങ്ങൾ, ആമ്പൽക്കുളങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി പോലെ തോന്നുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. ഗ്രാമഭംഗിയുടെ സൗന്ദര്യാത്മകത എടുത്തു കാണിക്കാൻ ഇത്തരം വാക്കുകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നഗരജീവിതത്തിൻ്റെ അരാജകത്വം എടുത്തു കാണിക്കാൻ അദ്ദേഹം എടുത്തു കാണിച്ച ഗരഗരാരവം എന്ന പദത്തിൽ ഗരഗരാരവം എന്ന പദത്തിൽ നഗര കോലാഹലങ്ങൾ എല്ലാം ഉള്ളതായി തോന്നും. ഗരഗരാരവം പറയുന്ന നഗരത്തിൽ എന്ന് വെച്ചാൽ നഗരത്തിലെ തിരക്ക്, നഗരത്തിലെ കലുഷിതമായ കപടമായ ജീവിതം, അതൊന്നും എവിടെയില്ല.
ഈ ഗ്രാമീണ ഭംഗിയിലില്ല. ഗ്രാമീണ ഭംഗി എപ്പോഴും എന്താ മക്കളെ? സന്തോഷവും സമാധാനവും നന്മയും സ്നേഹവും പ്രദാനം ചെയ്യുന്നു. അതേപോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഏത് സ്കൂളുള്ളത്? ശാന്തിനികേതനം സ്കൂളുള്ളത്. അതുകൊണ്ടാണ് ആ കാഴ്ച കണ്ടപ്പോൾ, ആ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ സ്വന്തം നാടിനെ കേരളം പോലെ ആർക്ക് തോന്നിയത്? എസ് കെ പൊറ്റക്കാടിന് തോന്നിയത്. പാടശേഖരങ്ങളും ഇടവഴികളും കൊണ്ട് സമ്പന്നമാണല്ലോ കേരളം. ഗ്രാമീണതയുടെ മുഖമുദ്രകൾ പാടെ തിളങ്ങി നിൽക്കുന്നതായി ഈ വരികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന ബംഗാളിലെ കാഴ്ചകൾ കണ്ടപ്പോൾ കേരളം പോലെ തോന്നി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ത്? എന്താണ് മക്കളെ? പ്രാചീനവും അല്ലേ, അടിവരയിട്ട എന്താണ്? പ്രാചീനവും പിന്നെന്താണ് മക്കളെ? അർവാചീനവും അല്ലേ, പ്രാചീനവും അർവാചീനവും. ഈ പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ എന്നാണ് പദം, അല്ലെങ്കിൽ വരി. ഈ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം, ഈ അടിവരയിട്ട പദങ്ങൾ ഏതൊക്കെയാണ്? പ്രാചീനവും അർവാചീനവും. ഇവ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. പ്രാചീനം എന്നാൽ പഴയത് എന്നർത്ഥം. പ്രാചീനം എന്നാൽ എന്താണ് മക്കളെ? പഴയത് എന്നാണ് അർത്ഥം. അർവാചീനം എന്നാൽ പ്രവചിക്കാൻ കഴിയാത്തത് അല്ലേ, നിർവചിക്കാൻ കഴിയാത്തത്. വളരെ പഴയതും എന്നാൽ വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്തതും എന്നാണ് അർത്ഥം അല്ലേ. പ്രാചീനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? പഴയത്, പ്രാചീനമായ സംസ്കാരങ്ങൾ എന്ന് പറയില്ലേ, പഴയ സംസ്കാരം അല്ലേ. പ്രാചീന എഴുത്തുകാരെന്ന് പറയില്ലേ നമ്മുടെ ചെറുശ്ശേരിനൊക്കെ, കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി എഴുത്തച്ഛനൊക്കെ. പിന്നെന്താണ്? അർവാചീനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചിക്കാൻ കഴിയാത്തത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറയുമ്പോൾ അർവാചീനമായ വാക്കുകൾ കടന്നു വരും എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചിക്കാൻ പറ്റില്ല അല്ലേ. ലയണൽ മെസ്സിയെ കുറിച്ച് പറയുമ്പോൾ അർവാചീനമായ വാക്കുകളാണ്. നിർവചിക്കാൻ പറ്റുമോ? അവരൊക്കെ ലെജൻഡറി പ്ലേയേഴ്സ് അല്ലേ. അതേപോലെ നിർവചിക്കാൻ കഴിയാത്തതിനെയാണ് എന്ത് പറയുക? അർവാചീനം. അപ്പോൾ പ്രാചീനം എന്ന് പറഞ്ഞാൽ പഴയതും, അർവാചീനം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്തതും. ഇപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് എസ് കെ പൊറ്റക്കാട് എഴുതിയത് അല്ലേ? ഈ ബംഗാളിലെ കാഴ്ച എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പ്രാചീനമാണ്, അർവാചീനമാണ്. അതിന് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. എന്ന് സൗന്ദര്യം, സംസ്കാരം, ബംഗാളിലെ സംസ്കാരം, സൗന്ദര്യം, പാരമ്പര്യം നിർവചിക്കാൻ കഴിയില്ല എന്നാണ് എസ് കെ പൊറ്റക്കാട് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അടുത്ത ചോദ്യം. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, സംഗീത ഭവനം, ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. മക്കളെ, നിരീക്ഷണം കുറിപ്പിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ചോദ്യം? പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, കലാഭവനം, സംഗീത ഭവനം, ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണ്. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? ഈ ശാന്തിനികേതനത്തിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച എന്താണ്? പുല്ലുമേഞ്ഞ ഒരുപാട് കുടിലുകൾ കാണാൻ പറ്റുമല്ലേ. അതൊക്കെ ഓരോ ക്ലാസ് മുറികളാണ്. ഈ ചളിക്കട്ട കൊണ്ടാണ് ചുമരുകളൊക്കെ നിർമ്മിച്ചത്. കെട്ടിടങ്ങളുണ്ടോ? ഇല്ല. കൂടാതെ എന്തുണ്ട്? കലാഭവനങ്ങളുണ്ട്. ചിത്രം വരയ്ക്കാനുള്ള കഴിവുള്ള കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന കലാഭവനങ്ങളുണ്ട്. പിന്നെ എന്താണ് മക്കളുള്ളത്? സംഗീത ഭവനങ്ങൾ. പാട്ടുപാടാൻ, സംഗീതം ചെയ്യാൻ കഴിവുള്ള കുട്ടികൾക്ക് സംഗീതം പഠിക്കാനുള്ള സംഗീത ഭവനങ്ങളുമുണ്ട്. പിന്നെ എന്തുണ്ട്? നൃത്തഭവനം അല്ലേ. നൃത്തം ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്തുണ്ട്? നൃത്തഭവനമുണ്ട്. നൃത്തങ്ങൾ പഠിപ്പിക്കാനുള്ള സൗകര്യമുള്ള ക്ലാസ് മുറികളുണ്ട്. ഇത്തരത്തിൽ പ്രകൃതിയുമായി ഇണങ്ങി മനുഷ്യൻ്റെ കലാമൂല്യങ്ങളുമായി ഇണങ്ങിയ ഒരു ക്ലാസ് മുറിയാണ്, ഒരു സ്കൂളാണ്, വിദ്യാലയമാണ് ഏത്? ശാന്തിനികേതനം. പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനമായിരുന്നു ശാന്തിനികേതനത്തിൽ. അവിടെ പ്രകൃതിയും പഠനവും രണ്ടായിരുന്നില്ല. പാഠങ്ങൾ പ്രകൃതിയായിരുന്നു ഒരുക്കിയത്. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, ശില്പകലാ പഠനങ്ങൾ അല്ലേ. ശില്പകലാ പഠനങ്ങൾ, ചിത്രങ്ങൾ വരയ്ക്കാൻ, ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള, പഠിപ്പിക്കാനുള്ള ഭവനങ്ങളുണ്ട്. സംഗീത ഭവനം, പാട്ട് പഠിപ്പിക്കുന്ന ഭവനങ്ങളുണ്ട്. നൃത്ത പഠനങ്ങൾ നൽകാനുള്ള ഭവനങ്ങളുണ്ട്. എന്നിങ്ങനെ ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ആരും തമ്മിൽ അതിരുകളില്ലാതെ പങ്കുവയ്ക്കൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും തമ്മിൽ അതിരുകളില്ലാത്ത സ്നേഹമാണ് എവിടെ കാണാൻ സാധിക്കുക? ശാന്തിനികേതനത്തിൽ കാണാൻ സാധിക്കുക. സാമൂഹിക ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യാനും പരിശീലിക്കുന്നതിന് ശ്രീനികേതനം ഗ്രാമീണ പഠന കേന്ദ്രം. കുട്ടികളുടെ സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും
വളർത്താനുമുള്ള ഇടം. കൂടാതെ ശ്രീനികേതനവുമുണ്ട്. എങ്ങനെ നാട്ടുകാരായ പാവപ്പെട്ട നാട്ടുകാരെ ഉണർത്താൻ വേണ്ടി എന്തുണ്ട് മക്കളെ? ശ്രീനികേതനവും കാണാൻ സാധിക്കും. കുട്ടികളെ ജന്മനാ കിട്ടുന്ന മാനുഷിക മൂല്യങ്ങളെ എന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ സഹായിക്കും. അതിരുകളും അതിർത്തികളും ഇല്ലാത്ത ഭൂമിയിൽ അറിവായി വളരാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയും. മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്ത ബോധവും കുട്ടികളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. മാനവിക മൂല്യം, ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെ കുട്ടികൾ രൂപപ്പെടുത്താനും ഏത് വഴി സാധിക്കുന്നു? ശാന്തിനികേതനം വഴി സാധിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? ശ്രീനികേതനത്തിൻ്റെ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സമർത്ഥിക്കുക. ഇപ്പോൾ ശ്രീനികേതനത്തെക്കുറിച്ച് പറഞ്ഞല്ലേ, ഇപ്പം എന്തിനാണ് ടാഗോർ ശ്രീനികേതനം എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചത്? നോക്കാം. ശാന്തിനികേതനത്തെക്കാൾ വിശാലമായ ഒരു സ്ഥലമാണ് ഏത്? ശ്രീനികേതനം. തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികപരവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരു അടിത്തറമേൽ ദേശീയാദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒന്നുമില്ലടാ, പാവപ്പെട്ട നാട്ടുകാരെ, ജാതിപരമായി മതപരമായി താഴ്ന്നു നിൽക്കുന്ന നാട്ടുകാരെ, സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന നാട്ടുകാരെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, പാവപ്പെട്ടവരെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചതാണ് ഏത്? ശ്രീനികേതനം. ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് 1922 മഹാകവി ശാന്തിനികേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത് അല്ലേ. സാമ്പത്തികമായി തൻ്റെ നാട്ടുകാരെ ഉയർത്താൻ വേണ്ടി 1922 രവീന്ദ്രനാഥ ടാഗോർ ഇത് സ്ഥാപിച്ചത് മക്കളെ? ശ്രീനികേതനം സ്ഥാപിച്ചത്. ഏതുതരം ഗ്രാമീണ പര്യവേഷണങ്ങൾക്കും പറ്റിയ ഓരത്തൊതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിലുള്ളത്. ഇപ്പം എന്താണ് മക്കളെ പറയുന്നത്? ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഏതുള്ളത്? ശ്രീനികേതനം. തൻ്റെ പാവപ്പെട്ട നാട്ടുകാരായ ജനങ്ങളെ, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ജനങ്ങളെ, കുട്ടികളെ, സ്ത്രീകളെ, ജാതീയപരമായി മതപരമായി പിന്നോട്ട് നിൽക്കുന്നവരെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ, വിദ്യാഭ്യാസമില്ലാത്തവരെ എല്ലാം തന്നെ തൻ്റെ സ്വന്തം നാട്ടുകാരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി 1922 രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച മറ്റൊരു സ്ഥാപനമാണ് ഏത്? ശ്രീനികേതനം എന്ന് പറയുന്നത്. ഓക്കെ, ശാന്തിനികേതനം എന്ന് പറഞ്ഞാൽ സ്കൂളാണ്. കലാഭവനങ്ങളൊക്കെയുള്ള ഒരു വിശ്വവിദ്യാലയം. ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നു, സംഗീതം പഠിപ്പിക്കുന്നു, നൃത്തം പഠിപ്പിക്കുന്നു, ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അവിടെ സംഗീതത്തിന്, ചിത്രങ്ങൾക്ക്, നൃത്തങ്ങൾക്ക്, കലാരൂപങ്ങൾക്കാണ് ശാന്തിനികേതനത്തിലെ പ്രാധാന്യം. എന്നാൽ ശ്രീനികേതനത്തിലേക്ക് വരുമ്പോൾ എന്താണ്? തൻ്റെ പാവപ്പെട്ട നാട്ടുകാരെ, തൻ്റെ സ്നേഹം നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ നാട്ടുകാരെ സാമ്പത്തികപരമായി ഉന്നതിയിലേക്ക് ഉയർത്താൻ വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച മറ്റൊരു സ്ഥാപനത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ മറ്റൊരു ഇതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ശ്രീനികേതനം. ഇപ്പം മുത്തുമണികളെ, നമ്മുടെ ശാന്തിനികേതനത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ നന്നായി പാഠം വായിക്കുക. യാത്ര വിവരണം കൊണ്ട് എന്താണ് എസ്.കെ. പൊറ്റക്കാട് ഉദ്ദേശിക്കുന്നത്? ശാന്തിനികേതനം എന്ന് പറയുന്ന സ്കൂളിൽ എന്താണ്, ഏത് വിദ്യാഭ്യാസ രീതിയാണ് അർത്ഥമാക്കുന്നത്? അല്ലേ, നമ്മൾ സ്കൂളിൽ കാണുന്ന ആ ഒരു പഠിപ്പ് മാത്രമുള്ള രീതിയല്ല, മറിച്ച് നല്ല മനുഷ്യരാകാൻ വേണ്ടി, മനുഷ്യത്വമുള്ളവരായി മാറാൻ വേണ്ടി, നന്മയുള്ളവരായി മാറാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന കലാമൂല്യങ്ങൾക്ക് വലിയൊരു മാതൃകയും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിശ്വവിദ്യാലയം തന്നെയായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തിനികേതനം. ഇവിടേക്ക് എസ്.കെ. പൊറ്റക്കാട് ചെയ്യുന്ന ഒരു യാത്രാവിവരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം. അപ്പോൾ എല്ലാവരും നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നല്ല പോലെ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. Bye.